പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുകയാണ്. അതിശക്തമായ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സമരം നീങ്ങുന്നു എന്നതാണ്. റോഷ്നി, ഇപ്പം നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത് ആ ജലപീരങ്കിയുടെ ഗണ്ണ് അത് മുകളിലേക്ക് വെള്ളം ചീറ്റുന്നതാണ്. ആ സമയത്താണ് കൂക്കി പരിഹസിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. ജലപീരങ്കിയിൽ നിന്ന് വെള്ളം വരുന്നില്ല. ജലപീരങ്കിയിലെ വെള്ളത്തിന്റെ സ്റ്റോക്ക് കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ജലപീരങ്കി പൂർണ്ണമായി പോയി. ജലപീരങ്കിയിലേക്ക് കല്ല് വലിച്ചെറിയുന്നതും നമുക്ക് കാണാം. ഒരുപക്ഷെ ജലപീരങ്കിയിലേക്ക് വലിച്ചെറിയുന്ന കല്ല് അവിടെ നിൽക്കുന്ന പോലീസുകാരുടെ നേർക്കായിരിക്കും കൊള്ളുക എന്നതാണ്. അതിശക്തമായ പ്രതിഷേധം. ഇപ്പോൾ ജലപീരങ്കിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നില്ല. പോലീസിന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. പോലീസിന്റെ മുന്നിലുള്ള ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ജലപീരങ്കിയുടെ ഗണ്ണ് അതിനെ നേരത്തെ കല്ലേറ് കൊണ്ടിരുന്നു. കല്ലേറ് കൊണ്ടതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഇത് തകരാറിലായിട്ടുണ്ടാവുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സാധാരണ ഈ ഗണ്ണ് മുന്നിലേക്കാണ് വരേണ്ടത്. അത് വെച്ചാണ് ജലപീരങ്കി ഉപയോഗിക്കേണ്ടത്. പക്ഷേ അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ജലപീരങ്കിക്ക് കാര്യമായി എന്തോ തകരാറുണ്ടായി എന്നതാണ്. തുടർച്ചയായ കല്ലേറ് ആ ജലപീരങ്കിക്ക് നേരെ ഉണ്ടായിരുന്നു. 2 ജലപീരങ്കി ഇവിടെ ഉണ്ടായിരുന്നു. അതിലൊരു ജലപീരങ്കി നേരത്തെ തന്നെ പിറകിലോട്ട് വലിച്ചിട്ടു. രണ്ടാമത്തെ ജലപീരങ്കിയിൽ നിന്ന് ആ പ്രവർത്തകർക്ക് നേരെ വെള്ളമടിക്കാൻ കഴിയുന്നില്ല. അതാണ് പരിഹസിക്കുന്നതാണ് സമരക്കാർ കാണുന്നത്. പരിഹസിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ. അതുപോലെ തന്നെ മറുഭാഗത്ത് ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ഒരു ശ്രമം. പോലീസും പ്രവർത്തകരും തമ്മിൽ മുഖാമുഖം നിൽക്കുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്. അതിനിടയിലൊരു ബാരിക്കേഡുണ്ട്. അതുകൊണ്ട് തന്നെ നേരിട്ടൊരു സംഘർഷത്തിലേക്ക് ഒരുപക്ഷെ ടിയർ ഗ്യാസിനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിനുള്ള സൈറൻ മുഴങ്ങിക്കഴിഞ്ഞു. അതിന്റെ ബാനർ നമുക്ക് ചുവന്ന ബാനർ അപ്പുറം കാണാം. ബാനർ ഇനിയിപ്പോൾ ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള സാധ്യത. കാരണം ജലപീരങ്കി പ്രവർത്തിക്കുന്നില്ല. പോലീസിനെ പ്രവർത്തകരെ പ്രതിരോധിച്ചേ മതിയാകൂ. അങ്ങനെ ജലപീരങ്കി ടിയർ ഗ്യാസിലേക്ക് അതല്ലെങ്കിൽ ഗ്രനേഡിലേക്ക് പോലീസ് പോകുന്നു എന്നതാണ് അതിന്റെ സൂചനയാണ് പിറകിൽ കാണുന്നത്. മുന്നറിയിപ്പ് ബാനർ, ചുവന്ന ബാനർ ഉയർത്തിക്കഴിഞ്ഞു പോലീസ് സംവിധാനം. സമരക്കാർ പിന്തിരിഞ്ഞു പോകണം, അതല്ലെങ്കിൽ കണ്ണീർവാതക ഷെല്ല് പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പാണ് പോലീസ് പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ജലപീരങ്കി പ്രവർത്തിക്കുന്നില്ല. 2 ജലപീരങ്കിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരാത്ത ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. തുടർച്ചയായ കല്ലേറിനെ തുടർന്നാണെന്ന് തോന്നുന്നു ഈ പ്രതിഷേധം. ഇത് ജലപീരങ്കി പ്രവർത്തിക്കാതെയായത്. അതിന് പിന്നാലെ ഏത് നിമിഷവും ഇനി ടിയർ ഗ്യാസോ അതല്ലെങ്കിൽ ഗ്രനേഡോ പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് പോലീസ് നൽകിക്കഴിഞ്ഞു. ഏതാണ്ട് 200-ലധികം പ്രവർത്തകർ ഇപ്പോഴും പ്രകടനം. അതിനിടയിൽ കോലവുമായി ഒരു കൂട്ടം പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം. അതിശക്തമായ സമരം നിയമസഭയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നു എന്നുള്ളതാണ്. 2 ജലപീരങ്കി ഉണ്ടെങ്കിൽ പോലും ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് ഇതുവരെയും പിന്തിരിപ്പിക്കാൻ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല. ഇവർ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. മറുഭാഗത്ത് ഏത് സമയവും ടിയർ ഗ്യാസ് അല്ലെങ്കിൽ ഗ്രനേഡ് പ്രയോഗിക്കാനുള്ള ഒരു മുന്നറിയിപ്പ് പോലീസ് നടത്തിക്കഴിഞ്ഞു എന്നതാണ്. അതിശക്തമായ സമരം. സാധാരണ നമ്മൾ കണ്ടതിൽ വെച്ച് വലിയ സമരത്തിലേക്ക് നിയമസഭയ്ക്ക് മുന്നിലെ യൂത്ത് കോൺഗ്രസിന്റെ സമരം മാറുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അതിശക്തമായ പ്രതിഷേധം നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുമ്പോൾ മറുഭാഗത്ത് ശക്തമായ സമരം നിയമസഭയ്ക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നതാണ്. അതിശക്തമായ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങുന്നു എന്നതിന്റെ സൂചനകളാണ് ഇവിടെ സമരകേന്ദ്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നിയമസഭയ്ക്ക് പുറത്ത് ഒരു പരിക്കേറ്റ പ്രവർത്തകനെ നമുക്ക് കാണാം. കയ്യിൽ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമത്തിനിടെ അതിന്റെ കമ്പിയിൽ കുരുങ്ങിയാണ് കയ്യിൽ മുറിവുണ്ടായത്. മറ്റൊരു പ്രവർത്തകന്റെ കാലിൽ നേരത്തെ മുറിവേറ്റു. ഇപ്പോൾ പ്രവർത്തകർ ഏത് നിമിഷവും ഒരുപക്ഷെ പുറത്തേക്ക് വരേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസ് സജ്ജരായി നിൽക്കുന്നുണ്ട്. ഈ ബാരിക്കേഡിന് മറുഭാഗത്ത് ഈ ബാരിക്കേഡ് തള്ളിപ്പിടിച്ചുകൊണ്ട് പോലീസ് നിൽക്കുകയാണ്. ഇതിന്റെ കയറുകൾ ഏതാണ്ട് പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ. മറുഭാഗത്ത് കോലം കത്തിക്കുകയാണ്. കോലം കത്തിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങുന്നു എന്നുള്ളതാണ്. അതിശക്തമായ പ്രതിഷേധം. റോഷ്നി, നിയമസഭയ്ക്ക് മുന്നിൽ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നീങ്ങുന്നു എന്നതാണ് റോഷ്നി. പ്രസാദ്, ഇതിപ്പോ കോലം കത്തിക്കുന്നു. നേരത്തെ പ്രയോഗിച്ച ജലപീരങ്കികളിലൊന്നും പ്രവർത്തകർ മടങ്ങിയില്ല. ഒരാൾക്ക് പരിക്കേറ്റു എന്നതിനപ്പുറവും അവർ അതേപോലെ തന്നെ അവിടെ ഉറച്ചു നിൽക്കുന്നു. പ്രതിഷേധം ഇപ്പോൾ അവസാനിക്കാനൊന്നുള്ള സാധ്യത കാണുന്നില്ല. ഈ ടിയർ ഗ്യാസ് പ്രയോഗിക്കാനുള്ള സാധ്യത എത്രയാണ്? പോലീസുകാർ അതാ ടിയർ ഗ്യാസ് പ്രയോഗിക്കാനായി തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ കോലം കത്തിക്കലും മുദ്രാവാക്യങ്ങളും കാണാം. ഇതിനിടയിലേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിക്കുമോ?
ആ റോഷ്നി, ടിയർ ഗ്യാസ് അല്ലെങ്കിൽ ആ ഗ്രനേഡ് പ്രയോഗിക്കാനുള്ള സാധ്യതയിലേക്ക് പോലീസ് കടക്കുകയാണ്. കാരണം പോലീസിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ഈ ബാരിക്കേഡ് തള്ളി മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു പോംവഴിയും അവരുടെ മുന്നിലില്ല. കാരണം 2 ജലപീരങ്കിയുണ്ട്. ആ 2 ജലപീരങ്കിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തകരെ എങ്ങനെ പിന്തിരിപ്പിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ പോലീസിൽ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. വീണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ബാരിക്കേഡിന് മുന്നിലേക്ക് പ്രവർത്തകർ നീങ്ങുന്നു. ബാരിക്കേഡ് തള്ളി മാറ്റാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സമരമാണ് ഇവിടെ പുരോഗമിക്കുന്നത്. അതിശക്തമായ സമരം മുന്നോട്ട് പോകുന്നു. സാധാരണ നമ്മൾ കണ്ട സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിശക്തമായ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിലേക്ക് പോകുന്നു എന്നതാണ്. അതിശക്തമായ സമരം, അതിന് നേതൃത്വം നൽകുന്ന രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുന്നു. നിരവധി പ്രവർത്തകർ ഉള്ളത് കൊണ്ട് തന്നെ ജലപീരങ്കിക്ക് ശേഷവും പിന്തിരിഞ്ഞു